സംസ്ഥാനത്ത് സർക്കാരിൻ്റെ വിവിധ ധനസഹായ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ വാരിക്കോരി വിതരണം ചെയ്യുന്ന ഒരു മാസമാണിത്. നമ്മൾ കാത്തിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ധനസഹായം, അതായത് വീട്ടമ്മ പെൻഷൻ പദ്ധതി, BPL AY റേഷൻ കാർഡിൽ പേരുള്ള 35-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ലഭിക്കുന്ന 1000 രൂപ പദ്ധതിയുടെ ധനസഹായം ഉൾപ്പെടെ ഈ മാസം വിതരണം നടക്കുകയാണ്. 25-ാം തീയതിയോടെയായിരിക്കും ധനസഹായ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തുടക്കമാവുക. നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ഒരു ഗഡുവായിരിക്കും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതും. പദ്ധതി തുടങ്ങിയ ശേഷമുള്ള 2ാം ഗഡുവിൻ്റെ വിതരണമാണ് ഈ മാസം അവസാന ആഴ്ചയിൽ നടക്കാൻ പോകുന്നത്. വിവിധ ധനസഹായ പദ്ധതികളുടെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതായത് വിദ്യാർത്ഥികളുടെ കണക്ട് ടു വർക്ക് എന്ന് പറയുന്ന സ്കോളർഷിപ്പ് പദ്ധതി വഴിയുള്ള 1000 രൂപ വിതരണം ഉൾപ്പെടെ ഈ മാസമുണ്ട്. മാർച്ച് മാസം സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ മുൻകൂറായിട്ട് തന്നെ, അതായത് വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവുകൾ ഇറങ്ങിയിരുന്നു. കാരണം നമ്മളുടെ സംസ്ഥാനത്ത് ഇലക്ഷൻ ഡേറ്റുകളെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിലവിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ വരും. പിന്നീട് ഇത്തരത്തിലുള്ള ധനസഹായ പദ്ധതികളുടെ ഉത്തരവുകൾ ഇറക്കുന്നതിനോ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനൊക്കെ ചിലപ്പോൾ തടസ്സങ്ങൾ നേരിട്ടേക്കാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള വിവിധ സർക്കാർ സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് വിതരണം നടത്തണമെന്നും അത് 3 മാസത്തേക്ക്, അതായത് ഈ മാർച്ച് മാസം, അതോടൊപ്പം തന്നെ ഏപ്രിൽ, മെയ് തുടങ്ങിയ 3 മാസങ്ങളിൽ ഒരു തടസ്സവും കൂടാതെ ഈ ആനുകൂല്യങ്ങൾ തുടരണമെന്നും ആനുകൂല്യം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള സർക്കാർ അറിയിപ്പ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി കൃത്യമായിട്ട് ആളുകളുടെ എണ്ണം മാത്രം സർക്കാരിൻ്റെ കൃത്യമായിട്ട് ധനവകുപ്പിനൊക്കെ കൈമാറിയാൽ മതി. അതനുസരിച്ച് അതിന് ആനുപാതികമായിട്ട് ഫണ്ട് റിലീസ് ചെയ്യുകയും ചെയ്യും. 25-ാം തീയതി മുതലൊക്കെ ആയിരിക്കും നമുക്ക് വിതരണം ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങുക. ആദ്യഘട്ടത്തിൽ, അതായത് പലർക്കും ഇപ്പോൾ അപ്രൂവൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലും കർശന പരിശോധനകൾ ഇപ്പോൾ നടന്ന അർഹതയുള്ള എല്ലാ ഗുണഭോക്താക്കളെയും പട്ടികയിൽ ഉൾപ്പെടുത്തി ലിസ്റ്റുകൾ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 31 ലക്ഷം പേർക്ക് ലഭിക്കുന്ന സഹായമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. അതിലിപ്പോൾ 18 ലക്ഷത്തിനടുത്ത് അപേക്ഷകരായി കഴിഞ്ഞിരിക്കുന്നു. അപേക്ഷ വയ്ക്കാൻ ഇനിയുമുള്ളവർക്ക് അവസരങ്ങളുണ്ട്. തീയതികൾ അവസാനിച്ചിട്ടില്ല. എത്രയും വേഗം അപേക്ഷകൾ വയ്ക്കുക. അപേക്ഷയിൽ അപ്രൂവൽ ലഭിക്കാനുണ്ടായിരുന്ന പലർക്കും ഇപ്പോൾ അപ്രൂവൽ ലഭിച്ചിരിക്കുകയാണ്. സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ നമുക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുമുണ്ടായിരുന്നു. പെൻഷനർ ID ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓരോ ഗുണഭോക്താവിനും ഇനി മുതൽ ലഭ്യമാണ്. അതറിയണമെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ആധാർ ഉപയോഗിച്ച് സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ സ്റ്റാറ്റസ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ കയറി ഒന്ന് പരിശോധിച്ചാൽ മതി. ആ സമയത്ത് നമുക്കിത് അറിയാൻ വേണ്ടി സാധിക്കും. പിന്നീട് ആ പെൻഷനർ ID നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെച്ചേക്കുക. പിന്നീട് ആ പെൻഷനർ ID ഉപയോഗിച്ച് തന്നെ സ്റ്റാറ്റസ് പരിശോധിക്കാം. തുക അക്കൗണ്ടിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, എന്തെങ്കിലുമൊക്കെ രേഖകൾ കൊടുക്കാനുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അക്കൗണ്ടിലേക്ക് തുക എത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പുകൾ, ഇതെല്ലാം തന്നെ ഇതിലുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 25-ാം തീയതി മുതൽ നമ്മൾ കാത്തിരുന്ന ധനസഹായം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും. ഇനി അപ്രൂവൽ ലഭിക്കാനുള്ളവരുണ്ടെങ്കിൽ, അപേക്ഷ വെച്ചിട്ടും ഒരുപാട് നാളായിട്ടുണ്ട്, അപ്രൂവൽ ലഭിക്കാനുണ്ടെങ്കിൽ നമ്മളുടെ പഞ്ചായത്തുമൊക്കെ ആയിട്ട് ബന്ധപ്പെടണം. കൃത്യമായിട്ട് അപേക്ഷ വെരിഫിക്കേഷൻ വൈകുന്നതിലെ കാരണം നിങ്ങളൊന്ന് അന്വേഷിക്കുകയും ചെയ്യുക. കാരണം എല്ലാ മേഖലയിലും കർശന പരിശോധനകൾ അത് ദ്രുതഗതിയിൽ നടക്കുന്ന ഒരു സമയമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് തന്നെ അറിയുക. ഇത് നിങ്ങളുടെ അവകാശവുമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.